we are going to study English for 3rd standard students. Okay, are you ready? Okay, then it's a poem, Unit 2, The Greedy Fox. The Greedy Fox. It's a poem. Greedy Fox. Fox എന്ന് പറഞ്ഞാൽ എന്താണ് അറിയാം? കുറുക്കൻ. Okay. Greedy Fox. What is meant by greedy? അത്യാഗ്രഹിയായ fox. കുറുക്കൻ. അപ്പോൾ നോക്കിയേ, ഫോക്സിന്റെ ഒരു ക്വാളിറ്റിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് greedy. Okay. അതായത് ആനിമൽസിലൊക്കെ പൊതുവെ നമ്മൾ ചില ക്വാളിറ്റീസ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്, ഡോഗ് വളരെ വിശ്വസ്തനായ ഡോഗാണ്. അതായത് വിശ്വസ്തത ആണ്, അതായത് എന്താണ്, ഫെയ്ത്ത്ഫുൾ. ആ ഡോഗിന്റെ ഒരു ക്വാളിറ്റി, അതായത് അവർക്ക് എപ്പോഴും നന്ദി ഉണ്ടായിരിക്കും. ഇതാണ് പറയുന്നത്. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ആൻ ഇമാജിനേഷൻ. ഇതൊരു ഇമാജിനേഷൻ മാത്രമാണ്. ബട്ട് നമ്മൾ ഓരോ ആനിമൽസിനും ഓരോ ക്വാളിറ്റീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോക്സിന്റെ ഒരു ക്വാളിറ്റി എന്താണ്? ഗ്രീഡി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡോഗിന് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ചോദിച്ചിട്ടുണ്ട്, ഡോഗിന്റെ ക്വാളിറ്റി എന്താണ്? ഫെയ്ത്ത്ഫുൾ ആണ്, വളരെ നന്ദിയുള്ള മൃഗമാണ്, ഫെയ്ത്ത്ഫുൾ. ഓക്കെ, ദെൻ റാബിറ്റ്. റാബിറ്റ് എന്താണ്? ക്യുക്ക്. എന്താണ്? വളരെ സ്പീഡാണ് എല്ലാ കാര്യങ്ങളും, ക്യുക്ക്. ദെൻ ബി, ഹണി ബി, തേനീച്ച, വളരെ ഹാർഡ് വർക്കിംഗ് ആണ് എന്നാണ് അവരുടെ ക്വാളിറ്റി പറയുന്നത്. ബി എന്ന് പറയുന്നത് ഹാർഡ് വർക്കിംഗ് ആണ്, വളരെ പരിശ്രമം ഉള്ള ഒരു ജീവിയാണ്. ദെൻ ലയൺ. ലയന്റെ ഒരു ക്വാളിറ്റി എന്താണ്? സ്ട്രെങ്ത്. ദെൻ ആന്റ്, ഉറുമ്പുകൾ. എന്താണ്? നിങ്ങൾ തന്നെ കണ്ടുള്ളൂ, ഒരു ആന്റായിട്ടാണോ പോകുന്നത്? അല്ല, അവരൊരു ഭക്ഷണം കൊണ്ടുപോകുന്നതും അങ്ങനെയുള്ളത് കാര്യങ്ങളൊക്കെ ഒരു ടീമായിട്ട്. അപ്പൊ ടീം വർക്കിന്റെ കാര്യത്തിൽ അവരെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. സോ ആന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്തെടുക്കാം? ടീം വർക്ക്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ, ക്രോ. ഓക്കെ, കാഴ്ചയിൽ ബ്ലാക്ക് ആണ് കളറെങ്കിലും വളരെ ക്ലവർ ആയിട്ടുള്ള, വളരെ ബുദ്ധിമാനായിട്ടുള്ളതാണ്, അതായത് ബുദ്ധിയാണ് ക്രോയുടെ ക്വാളിറ്റി. ഇങ്ങനെ നമ്മൾ ഒരുപാട് ക്വാളിറ്റീസ് ഓരോ ആനിമൽസിനും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എൻ ഇമാജിനേഷൻ. അത് ഇതിന്റെ മുമ്പ് പറയുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ പഠിക്കുന്നത് ഫോക്സ്, ദ ഗ്രീഡി ഫോക്സ്. ഫോക്സിന്റെ ഒരു ക്വാളിറ്റിയാണ് എന്ത്? ഒരു ക്വാളിറ്റി മീൻസ് ഒരു സ്വഭാവമാണ് ഗ്രീഡി, അത്യാഗ്രഹിയാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഈ ഒരു പോയത്തില് നമുക്ക് ഇവിടെ എന്ത് ഗ്രീഡ്നെസ് ആണ് ഈ ഫോക്സ് കാണിച്ചത് നോക്കാം. സോ ടേക്ക് യുവർ ടെക്സ്റ്റ്. Once there was a greedy fox who always wanted more than he got. One day there came a man with food. In eating it then, he was in no mood. So he hid his food in the hollow of a tree, meaning to eat it once he was free. The cunning fox saw this, and in greed he smacked his lips. Into the hollow he went, so strong was the food's scent. Alas, he ate so much that he was now fat. He got stuck, and with a thump he sat. He, laughed a bee. Your greed will not let you flee. The poor fox had to sit in that hollow for hours. Nowhere could he go. He had to wait to become thin again. First 4 lines. Once there was a greedy fox who always wanted more than he got. One day there came a man with food. In eating it then, he was in no mood. ഒരിക്കൽ ഒരു ഗ്രീഡി ഫോക്സ്
ഉണ്ടായത്. ഹു ഓൾവേസ് വാണ്ടഡ് മോർ ദാൻ ഹി ഗോട്ട്. ഗ്രീഡി എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് എന്താ, അത്യാഗ്രഹം, ഉള്ളതിനേക്കാൾ നമുക്ക് വീണ്ടും വീണ്ടും വേണമെന്ന ആഗ്രഹം. ഹു ഓൾവേസ് വാണ്ടഡ്, എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. മോർ ദാൻ ഹി ഗോട്ട്, അവൻ എന്ത് കിട്ടുന്നോ അതിൽ കൂടുതൽ കിട്ടാൻ എപ്പോഴും അവൻ ആഗ്രഹിച്ചിരുന്നു. വൺ ഡേ ദർ കെയിം എ മാൻ വിത്ത് ഫുഡ്. ഒരു ദിവസം ഒരു മനുഷ്യൻ, ദർ കെയിം എ മാൻ വിത്ത് ഫുഡ്, തൻ്റെ കയ്യിൽ ഭക്ഷണവുമായി വന്നു. ഫുഡ്. ഇൻ ഈറ്റിംഗ് ഇറ്റ് ദെൻ ഹി വാസ് ഇൻ നോ മൂഡ്. നമുക്കറിയാം, നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു മൂഡുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കഴിക്കാൻ തോന്നൂ. അപ്പം ശരിക്കും ചിലപ്പോൾ ശരിയായ രീതിയിലുള്ള വിശപ്പുണ്ടായിരിക്കില്ല. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഓർക്കും പിന്നീട് കഴിക്കാമെന്ന്. അങ്ങനെ ഈ മനുഷ്യന് ഓർത്തു, ഹി വാസ് ഇൻ നോ മൂഡ്, ഒരു മൂഡില്ലാഞ്ഞത് കൊണ്ട് പിന്നീട് കഴിക്കാം. ഈറ്റിംഗ് ഇറ്റ് ദെൻ. സോ ഹി ഹൈഡ് ഹിസ് ഫുഡ് ഇൻ ദ ഹോളോ ഓഫ് എ ട്രീ. അങ്ങനെ സോ ഹി ഹൈഡ്, HID, ഹൈഡ് മീൻസ് ഒളിക്കുക, ഒളിപ്പിച്ചു വെച്ചു. ഹി ഹൈഡ് ഹിസ് ഫുഡ് ഇൻ ദ ഹോളോ ഓഫ് എ ട്രീ. അവിടെ കണ്ട ഒരു മരത്തിൻ്റെ ഒരു ഹോളോ മീൻസ് എന്താണ്, അവിടെ ഒരു പൊത്ത് കണ്ടു. ആ പൊത്തിൽ ഈ ഭക്ഷണം ഒളിപ്പിച്ചു വെച്ചു. നെക്സ്റ്റ് ലൈൻസ്. മീനിങ് ടു ഈറ്റ് ഇറ്റ് വൺസ് ഹി വാസ് ഫ്രീ. ദ കണ്ണിങ് ഫോക്സ് സോ ദിസ്. അപ്പം എന്താണ്, ഈ ട്രീയുടെ പൊത്തിൽ ഒളിപ്പിച്ചു വെച്ചതിൻ്റെ ഉദ്ദേശം എന്താണ്, പിന്നീട് എപ്പോഴെങ്കിലും വന്ന് എനിക്ക് ഒരു അതിനോട് ഇൻട്രസ്റ്റ് തോന്നുന്ന സമയത്ത് വന്ന് കഴിക്കാം എന്നുള്ള ഇതിലാണ് ഈ ട്രീയുടെ ഈ ഹോളിൽ ഒളിച്ചു വെച്ചത്. ദെൻ ദ കണ്ണിങ് ഫോക്സ് സോ ദിസ്. സൂത്രശാലിയായ, കണ്ണിങ് മീൻസ് ഡൂയിങ് തിങ്സ് ടു ട്രിക്ക്. എല്ലാത്തിലും ഒരു ട്രിക്ക്, ഒരു ചതി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു സൂത്രം ഉണ്ടായിരിക്കും. അതാണ് സൂത്രശാലിയായ, അതാണ് കണ്ണിങ്. ദ കണ്ണിങ് ഫോക്സ് സോ ദിസ്. നമ്മുടെ ഈ ഫോക്സ് ഇത് കണ്ടു. നെക്സ്റ്റ് 4 lines. And in greed he smacked his lips. Into the hollow he went. So strong was the food scent. And in greed, അത്യാഗ്രഹത്തോടെ, അപ്പം ഫോക്സ് ഇത് കണ്ടു, ഈ ഫുഡ് കണ്ടിട്ട്. ആൻഡ് ഇൻ ഗ്രീഡ് ഹി സ്മാക്ഡ് ഹിസ് ലിപ്സ്. സ്മാക്ഡ് എന്ന് പറഞ്ഞാൽ അതായത് എന്തെങ്കിലും ഭക്ഷണം കാണുമ്പോൾ നമ്മളിങ്ങനെ കൊതിയോടുകൂടി ഇങ്ങനെ ലിപ്സ് തമ്മിലിങ്ങനെ നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞ് നമ്മൾ ലിപ്സ് തമ്മിലിങ്ങനെ നാക്ക് വെളിയിലേക്കിട്ട് അകത്തേക്കെടുക്കും അല്ലേ. അപ്പോൾ അതാണ് സ്മാക്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഹി സ്മാക്ഡ് ഹിസ് ലിപ്സ് ഇൻ ടു ദ ഹോളോ ഹി വെന്റ്. എന്നിട്ട് ഇത് ഭക്ഷണം കണ്ടിട്ട് തന്നെയല്ല, നെക്സ്റ്റ് ലൈനിൽ അത് പറയുന്നുണ്ട്. സോ സ്ട്രോങ് വാസ് ദ ഫുഡ് സെൻറ്റ്. അതുപോലെ സ്ട്രോങ് ആയിരുന്നു ഫുഡിൻ്റെ സെൻറ്റ്. സെൻറ്റ് മീൻസ് സ്മെൽ. ഫുഡിൻ്റെ സ്മെല്ല് കേട്ടിട്ട് വളരെയധികം അതിനോട് ഇഷ്ടം തോന്നി. അല്ലാസ് ഹി എയ്റ്റ് സോ മച്ച് ദാറ്റ് ഹി വാസ് നൗ ഫാറ്റ്. ഏതാണ്, ഒരുപാട് ഫോക്സ് അതിനുള്ളിൽ കയറി ഒരുപാട് കഴിച്ചു. ഹി വാസ് നൗ ഫാറ്റ്. അങ്ങനെ പെട്ടെന്ന് അവൻ തടിച്ചു. ഹി ഗോട്ട് സ്റ്റക്ക് ആൻഡ് വിത്ത് എ തം ഹി സാറ്റ്. എന്ത് സംഭവിച്ചു, അനങ്ങാൻ മേലാത്തതുപോലെ വലുതായി. അവൻ കഴിച്ച് അനങ്ങാൻ മേലാത്തതുപോലെ അവൻ അവിടെ സ്റ്റക്കായിപ്പോയി. ആര്, ഫോക്സ്. അപ്പം ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരാൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഹി 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 ലാഫ്ഡ് എ ബീ. യുവർ ഗ്രീഡ് വിൽ നോട്ട് ലെറ്റ് യു ഫ്ലീ. ബി എന്താണ് പറഞ്ഞത്, അവിടെ ഒരു ബി കണ്ടോ, തൊട്ടടുത്ത് കാണുന്നുണ്ട്. ആ ബി പറഞ്ഞ എന്താണ്, ചിരിച്ചു. ഹി 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 എന്താണ്, ലാഫ്ഡ് എ ബീ. യുവർ ഗ്രീഡ് വിൽ നോട്ട് ലെറ്റ് യു ഫ്ലീ. ബി പറഞ്ഞ വാക്കുകളാണ്. അതൊക്കെ ചോദിക്കാം, ആരോടാണ് ചോദിച്ചത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. യുവർ ഗ്രീഡ്, നിന്റെ അഹങ്കാരം. യുവർ ഗ്രീഡ് വിൽ നോട്ട് ലെറ്റ് യു ഫ്ലീ. ഫ്ലീ എന്ന് പറഞ്ഞാൽ റൺ അവേ, ഓടുക, ഗോ. യുവർ ഗ്രീഡ് വിൽ നോട്ട് ലെറ്റ് യു ഫ്ലീ. ദ പുവർ ഫോക്സ് ഹാഡ് ടു സിറ്റ് ഇൻ ദാറ്റ് ഫോളോ. എന്താണ്, നിന്റെ അഹങ്കാരമാണ് നിന്നെ ഇങ്ങനെ കൊണ്ടെത്തിച്ചത്. ദ പുവർ ഫോക്സ് ഹാഡ് ടു സിറ്റ് ഇൻ ദാറ്റ് ഹോളോ. ഇറങ്ങാൻ മേലാതെ വന്നു, ആ പൊത്തിൽ നിന്നും ഇറങ്ങാൻ പറ്റാതെ വന്നു. ഫോർ അവേഴ്സ്
Now where could he go? He had to wait to become thin again. പിന്നെ ആ പൊത്തിൽ നിന്നും ഇറങ്ങണമെങ്കിൽ എന്ത് സംഭവിക്കണം? അവൻ വണ്ണം വെച്ച് അത് മുഴുവൻ അവൻ ഡൈജസ്റ്റ് ആയി അത് തിന്നാകണം. അവൻ വണ്ണം കുറഞ്ഞ് കണ്ടോ, അവന് പറ്റിയ അമ്ലി കണ്ടോ, അവനെ വേണ്ടാത്ത പരിപാടിക്ക് പോയിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇനിയിപ്പോൾ അവൻ ഇറങ്ങണമെങ്കിൽ എന്ത് സംഭവിക്കണം? അവൻ തിന്നാകണം. അങ്ങനെ തിന്നാകുന്നത് വരെ ഫോക്സ് അവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഓക്കെ, അതുകൊണ്ട് ഈ കഥയിൽ നിന്ന് നമ്മൾ ഈ ഒരു പോയമാണെങ്കിലും അതൊരു സ്റ്റോറിയാണ്. ഈ പോയത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അഹങ്കാരം, അത്യാഗ്രഹം പാടില്ല. ഓക്കെ, ഈ പോയത്തിൻ്റെ റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രത്യേക ഈണമൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഇവിടെ റൈമിംഗ് വേർഡ്സ് കണ്ടോ, ഫുഡ്, മൂഡ് കണ്ടോ, ഒരേ പ്രൊനൗൺസിയേഷനിൽ അവസാനിക്കുന്നു. ഫുഡ്, മൂഡ്, ട്രീ, ഫ്രീ. ഓക്കെ, ദെൻ വെൻറ്റ്, സെൻറ്റ്, അങ്ങനെയുള്ള വാക്കുകൾ നിങ്ങൾ കണ്ടുപിടിക്കുക. ഫാറ്റ്, സാറ്റ്, ഒരു ലൈൻ എൻഡ് ചെയ്യുന്നതായിരിക്കണം. ഫാറ്റ്, സാറ്റ് കണ്ടോ. ബി, ഫ്ലീ, ഒരുപാട് റൈമിംഗ് വേർഡ്സ് ഉണ്ട്. ഗോ, ഹോളോ, ഗോ, ഗോ, ഗോയുടെ റൈമിംഗ് വേർഡ്സ് ഇല്ല. ദെൻ അല്ല, പിന്നെ ഇത്രയാണ് റൈമിംഗ് വേർഡ്സ് ഉള്ളത്. അപ്പോൾ ആ കാര്യവും ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, റീഡ് ദിസ് പോയം അറ്റ്ലീസ്റ്റ് 3 times. Study well. Thank you.